മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ്സ് അബൌട്ട് ദിസ് ബുക്ക്, റാം കെയർ ഓഫ് ആനന്ദി. സർപ്രൈസിംഗ്ലി ഈ ബുക്ക് വായിച്ച് തീർന്ന് പിറ്റേ ദിവസമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അഖിൽ പി ധർമ്മജൻ എഴുത്തുകാരന് ലഭിക്കുന്നത്. സോ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ചില ക്രിറ്റിസിസംസൊക്കെ ഈ ബുക്കിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം വായിച്ച ആളെന്ന നിലയ്ക്കും ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയ സ്ഥിതിക്കാണ് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദിസ് ബുക്ക്, ചെറിയൊരു ഐഡിയ തരാനാണെങ്കിൽ, ദിസ് സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എ urban സെറ്റപ്പ് ഇൻ എ സിറ്റി ലൈക്ക് ചെന്നൈ. അപ്പോൾ അവിടെ ഫിലിം കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്ന വ്യക്തിയാണ് ഇതിലത്തെ കേന്ദ്ര കഥാപാത്രമായ മിസ്റ്റർ റാം. അപ്പോൾ റാമാണ് ഇതിലത്തെ കഥാപാത്രം. പിന്നെ അതുകൂടാതെ അവിടെ പോയി അദ്ദേഹത്തിന് ഫ്രണ്ട്സ് ഉണ്ടാവുന്നു. പിന്നെ ആ ഫ്രണ്ട്സിനെ ചുറ്റിപ്പറ്റി അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഈ കഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. എനിക്ക് ഈ ഒരു സ്റ്റോറി വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് വായിച്ചത്. വിത്തിൻ ജസ്റ്റ് 2 days ഐ ഫിനിഷ്ഡ് ഇറ്റ്. ഫുൾ ഡേ എടുത്തിട്ടല്ല, ബട്ട് ഇൻ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ട്സിലെടുത്ത് വായിച്ചിട്ടാണ് ഈ ബുക്ക് ഞാൻ തീർത്തത്. ഇനി എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി വായിക്കുന്ന ഒരാളായിരുന്നു, പക്ഷേ 3 വർഷമായിട്ട് എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അധികം വായിച്ചിരുന്നില്ല. ഐ ഹാഡ് എ ഗ്യാപ്പ് ഓഫ് 3 years. അപ്പോൾ അതിനുശേഷം ഞാൻ തുടങ്ങുന്നൊരു ബുക്കാണിത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കുറേ നാൾ വായിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വല്ലാത്തൊരു മടിയാണ്. ശരിക്കും സ്റ്റോറി നമ്മൾ പുള്ളി ചെയ്യണം വായിക്കണമെങ്കിൽ, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ബുക്ക് സത്യം പറഞ്ഞാൽ ഇറ്റ് റിയലി പുൾഡ് മീ ടു റീഡ് ദ ഹോൾ തിങ്. അങ്ങനെ മടുപ്പിക്കാതെ അടുത്തത് എന്താണ് എന്നൊക്കെ വളരെ ആകാംക്ഷയോടെ ചിന്തിച്ച് ഒരുപാട് വായിക്കണമെന്ന് തന്നെ തോന്നിപ്പിച്ചൊരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. രണ്ടാമതൊരു കാര്യം, ഇറ്റ്സ് എ വെരി സിമ്പിൾ ലാംഗ്വേജ്. ഒരുപാട് വളരെ കടിച്ച പൊട്ടാത്ത വാക്കുകളോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഒന്നുമില്ല. ക്യാരക്ടേഴ്സ് പോലും ഒരു 5-6 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, അതിലൊതുങ്ങി നിൽക്കും. അപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നു, പലരുടെയും സ്റ്റോറികൾ പറഞ്ഞു പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇതിലങ്ങനെയൊന്നുമല്ല. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, വെരി പ്ലെയിൻ, നോ കോംപ്ലിക്കേഷൻസ്, നത്തിങ്. എന്ന് വെച്ചാൽ ആർക്കും വായിക്കാം. ഇതുവരെ വായിക്കാത്ത വ്യക്തികൾക്ക് പോലും, വായനാശീലം ഇല്ലാത്തവർക്ക് പോലും ഇത് വായിച്ചു തുടങ്ങാവുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നിപ്പോകും എന്നുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ഇതിലത്തെ ഓരോ ക്യാരക്ടേഴ്സിനും പ്ലേസ് ചെയ്തിരിക്കുന്ന രീതികൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായ വെട്രി, രേഷ്മ, പിന്നെ ഒരു പാർട്ടിയുണ്ട്. അതുകൂടാതെ ഇതിലത്തെ അടുത്ത സെൻട്രൽ ക്യാരക്ടർ വിച്ച് ഇസ് ആനന്ദി, ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ വിച്ച് ഇസ് മല്ലി. ഇതിൽ മല്ലി എന്ന കഥാപാത്രം ട്രാൻസ്ജെൻഡറാണ്. സ്പോയിലർ ഒന്നുമല്ല, മല്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് മൊത്തത്തിൽ ഐ ഫേവർ എ ലോട്ട് ഓഫ് LGBTQ+ കമ്മ്യൂണിറ്റി. എനിക്ക് അതിനോട് ആഭിമുഖ്യമുള്ളൊരു വ്യക്തിയാണ്. ഐ റിയലി സപ്പോർട്ട് ദം. ഐ ഫീൽ ലൈക്ക് അവരെ ഒരുപാട് മെയിൻ സ്ട്രീം മുൻനിരയിലേക്ക് അവർ വരണം, അവർ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണെന്ന് സ്ട്രോങ് ആയി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് മല്ലിയുടെ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ പ്ലേസ്മെൻറ്റ്, ആ ഒരു കഥ എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ഓഫ് ദ ഹോൾ ബുക്ക് വാട്ട് ഐ എൻജോയ്ഡ് ഇസ് എ കെമിസ്ട്രി ബിറ്റ്വീൻ റാം ആൻഡ് മല്ലി. എന്ന് മാത്രമല്ല, മല്ലിയുടെ ഒരു സ്ട്രഗിൾ എന്താണെന്നുള്ളത് ശരിക്കും ഈ പുസ്തകം വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ പല സിനിമയിലാണെങ്കിലും എല്ലാതെയും ട്രാൻസ്ജെൻഡേഴ്സ് എന്താണ് കടന്നു പോകുന്നത് എന്നുള്ളത് അധികം നമുക്ക് പോർട്രേ ചെയ്യപ്പെടാത്തൊരു കാര്യം തന്നെയാണ് മീഡിയാസിൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പുസ്തകത്തിൽ മല്ലിയുടെ കഥാപാത്രത്തെ വളരെയധികം, മല്ലിയുടെ ക്യാൻവാസ് വലുതാണ്, അതിൽ മല്ലിയുടെ എല്ലാ സ്ട്രഗിളും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഐ ലിറ്ററലി ക്രൈഡ് വെൻ ഐ റെഡ് അബൌട്ട് മല്ലി. ഞാൻ മാത്രമല്ല, ഒരുപാട് പേരും ഈ ഒരു ക്യാരക്ടറിനെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടു, അവർക്ക് വല്ലാതെ ഫീൽ ചെയ്തു, തൊട്ടു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ വിജയവും. അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ എഴുത്തുകാരൻ്റെ ഒരു സക്സസ് തന്നെയാണ്. ആ ക്യാരക്ടറിനെ നമ്മൾ ഇത്രയും ഡീപ്പാക്കി ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് ആ എഴുത്തുകാരൻ്റെ വലിയ സക്സസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഐ ഫീൽ ഇറ്റ് ക്രിയേറ്റഡ് എ സോർട്ട് ഓഫ് ജസ്റ്റിസ് ടു ട്രാൻസ്ജെൻഡേഴ്സ്, വാട്ട് റിയലി ദേ അണ്ടർഗോ എന്നുള്ളത്, വിച്ച് ഐ റിയലി എൻജോയ്ഡ്. മാത്രമല്ല, ചില പൊളിറ്റിക്കൽ ആസ്പെക്ട്സും കൂടി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ടുവേർഡ്സ് ദി എൻഡ്, വിച്ച് ഐ ഡോണ്ട് വാണ്ട് ടു സേ ആൻഡ് മേക്ക് ഇറ്റ് എ സ്പോയിലർ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് വളരെ കുറച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് ആകെ ഡ്രോപ്പായി പോയാനെ.
the storyline, the feel, the ending, the climax, എല്ലാം. But it has been beautifully, written by Akhil, I would say. ഇതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ബുക്ക് വേറിട്ട് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്രിറ്റിസിസംസ് ആണ്, ഇതൊരു സാഹിത്യകൃതിയല്ല, ഇതിൽ സാഹിത്യമില്ല, ഇത് ഒരു പൈങ്കിളി കഥയാണ്, അപ്പോൾ ഇതിനൊന്നും ഇത്ര വലിയ അവാർഡ് കിട്ടി തന്നെ വലിയ മണ്ടത്തരായിപ്പോയി എന്നൊക്കെ ഒരുപാട് ക്രിറ്റിസിസംസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. എവറിത്തിങ് ഇവോൾവ്സ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. നമ്മൾ 70s, 80s, 90s ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തകഴി, ബഷീർ, മാധവിക്കുട്ടി, ഇവരുടെയൊക്കെ കഥകളെന്ന് പറയുന്നത് ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ കടിച്ച പൊട്ടാത്ത മലയാളവും എല്ലാവർക്കും അല്ല കേട്ടോ, ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ഇപ്പം നാലുകെട്ട് പോലെയുള്ള ബുക്കൊക്കെ അങ്ങനെയുള്ളതാണ്, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ്, ഇൻട്രിക്കസീസൊക്കെ കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു മലയാളി സമൂഹത്തെയും അവരുടെ ഒരു ജീവിച്ച് വന്ന ഒരു മേഖലയുമാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കമ്മിങ് ഫോർവേഡ്, കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളതൊരു ഏർബൻ കൾച്ചറാണ്. കൂടുതൽ യങ്സ്റ്റേഴ്സ് പുറം സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു, വ്യത്യസ്ത മനുഷ്യരുമായി ഇടപഴകുന്നു. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഈ കഥയും പോകുന്നത്. ഇതൊരിക്കലും കേരളത്തിൽ നടക്കുന്നൊരു കഥയല്ല, ഇത് ചെന്നൈ പോലൊരു സിറ്റിയിൽ നടക്കുന്ന ഒരു കഥയാണ്. ഈ ചെന്നൈ സിറ്റി എനിക്ക് വളരെ പരിചിതമാണ്. ഞാൻ അവിടെ ഒരു 8 years ആയിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ചെന്നൈ സിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ആൻഡ് ഐ കുഡ് റിയലി I could visibly see it in front of my eyes. Whatever he has narrated is absolutely so similar to what the actual city setup is. അപ്പോൾ നുങ്കമ്പാക്കം പോലെയുള്ള സ്ഥലങ്ങളും ആവടി എല്ലാം നമുക്ക് വളരെ വളരെ കറക്റ്റായിട്ടാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും പണ്ടത്തെ ഒരു സാഹിത്യകൃതിയായിട്ടോ അല്ലെങ്കിൽ പണ്ടത്തെ മലയാളമായിട്ടോ ഇതിനെ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. പോയിന്റ് നമ്പർ 2, ഒരു ബുക്കിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എത്രമാത്രം അത് ഓഡിയൻസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ബുക്കിൻ്റെ മാത്രം നമ്മൾ എന്തൊരു കാര്യം എത്തുന്നതും എന്തൊരു കാര്യത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് ഹൗ മച്ച് ദ പബ്ലിക് ആക്സെപ്റ്റ്സ് ഇറ്റ് എന്നുള്ളതാണ്. പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ബുക്ക് എഴുതുന്നത്, അവരെത്രത്തോളം സ്വീകരിച്ചു, അവരുടെ സ്വീകരണം എന്ന് പറയുന്നത് എത്രത്തോളം അവർ ആസ്വദിച്ചു എന്നുള്ളതിനുള്ള ഒരു അടയാളമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ബുക്ക് ഒരുപാട് കോപ്പീസാണ് വിറ്റഴിഞ്ഞ് പോയിട്ടുള്ളത്. ഇൻഫാക്ട് ഐ വാസ് ലേറ്റ് ടു റീഡ് ദിസ് ബുക്ക് ഇൻഫാക്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഈ ഒരു ബുക്ക് ഒരു വിജയം തന്നെയാണ്. അതിൽ നമ്മൾ ഒരു കുറവും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. അധികം ഇതുവരെ വായിച്ചിട്ടില്ല എന്ന വായനയിലേക്ക് കടക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളവർക്ക് ഈ ബുക്ക് ഹൈലി റെക്കമെൻഡഡ് ആണ്. അത് തന്നെയാണ് ഈ ബുക്കിൻ്റെ ഒരു വലിയ വിജയം എന്നുള്ളത്. കാരണം ഒരാളെ വായനയിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടും എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും, എന്നാൽ ഇറ്റ് ഹാസ് എവറിത്തിങ്. ഇറ്റ് ഹാസ് ഡ്രാമ, ഇറ്റ് ഹാസ് സാഡ്നെസ്, ഫ്രണ്ട്ഷിപ്പ്, ലവ്, everything is there. Sister brother love, father family, father daughter love, ഇതെല്ലാം ഈ ബുക്കിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സ്ഡായിട്ടൊരു ബുക്ക് കിട്ടുക എന്ന് പറയുന്നത് is not that very common. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ I don't think this criticisms has a real stand as such. So നിങ്ങളൊരു ബിഗിനറാണ്, ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ I highly recommend to start with Ram Care of Anandi. അതേപോലെ തന്നെ നിങ്ങൾ വായിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷേ ഒരു ബ്രേക്ക് എടുത്തു എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് വായിക്കാം. It's a very good book. I wouldn't say it's like a very great book or something, but I think it will make a great reader. That's the difference of this. നമ്മളെയൊക്കെ നന്നായിട്ട് വായനയിലേക്ക് എത്തിക്കാനും ഒക്കെ ഇതിന് സാധിക്കും. ഈ ഒരു ബുക്കിന് എന്നിൽ അത് ചെയ്യാൻ സാധിച്ചു. I have started my third book, reading my third book, just because I started off with this book. So this is my simple review എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, but this is my thoughts on Ram Care of Anandi. So നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ പറയുക. And please do start reading books. It will make a hell lot of difference. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. Bye bye.